ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് പൂമ്പാറ്റയുടെ മധുര പ്രതികാരം. എന്നാൽ സമയം കളയാതെ കഥ പറയാം കേട്ടോ. ഒരിടത്ത് ഒരു പല്ലി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ തീറ്റ തേടി നടക്കുകയായിരുന്നു. വിശന്നു വലഞ്ഞ് അവൻ ഒരു പൂന്തോട്ടത്തിൽ ചെന്നിരുന്നു. ആ പൂന്തോട്ടത്തിലാണ് കേട്ടോ അവൻ സ്ഥിരമായിട്ട് ചെന്നിരിക്കാറ്. എന്തിനാണെന്നറിയോ? അവന് തേനെന്ന് വിചാരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. തേൻ കുടിക്കുക, പൂക്കളിലെ തേനൊക്കെ കിട്ടുകയാണെങ്കിൽ ചെടികളിലൊക്കെ കയറി അവൻ കുടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ ദിവസവും ആ പൂന്തോട്ടത്തിൽ ചെന്നിരിക്കണത്. അങ്ങനെ പിന്നെ എവിടെയെങ്കിലും വല്ല പുഴുക്കളോ പ്രാണികളോ ഉണ്ടോയോ എന്ന് അവൻ ചുറ്റും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അവനത് കണ്ടത്. ഒരു ചെടിയിലെ പൂവിൻ്റെ തണ്ടിൽ എന്തോ ഒരു സാധനം ഞാന്നു കിടക്കുന്നു. അത് ഇടയ്ക്ക് അനങ്ങുന്നുമുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടു. പല്ലിച്ചേട്ടാ, ഈ തോട് പൊട്ടിച്ച് എന്നെ പുറത്തു വിടാമോ? എനിക്ക് ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടുന്നു. അപ്പോൾ പല്ലി ചോദിച്ചു, നീ ഏതാ? നിന്നെ ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് കേട്ട് ആ ജീവി പറഞ്ഞു, പല്ലിച്ചേട്ടാ, ഞാൻ ഒരു ചിത്രശലഭത്തിൻ്റെ പ്യൂപ്പയാണ്. അത് കേട്ട് പല്ലി പറഞ്ഞു, പൂപ്പയോ? അയ്യേ, എനിക്ക് നിന്നെ കണ്ടിട്ട് അറപ്പ് തോന്നുന്നു. ശരിക്കും നിന്റെ ശരീരം പൂപ്പൽ പിടിച്ചതുപോലെ തന്നെയുണ്ടല്ലോ. എൻ്റെ കൈകൊണ്ട് ഞാൻ നിന്നെ തൊടില്ല, എനിക്ക് അറപ്പാണ്, ഞാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പല്ലി അവിടെ നിന്നും പോയി. പല്ലി പറയുന്നതെല്ലാം പൂന്തോട്ടത്തിൽ പറന്നു കളിച്ചിരുന്ന ഒരു ചിത്രശലഭം കേൾക്കുന്നുണ്ടായിരുന്നു. ചിത്രശലഭം പ്യൂപ്പയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ പറഞ്ഞു, പ്യൂപ്പ കുഞ്ഞെ, നീ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഈ തോട് തനിയെ പുറത്തു വരും. ഇതിനായി നീ ആരെയും കാല് പിടിച്ച് പറയുകയൊന്നും വേണ്ട, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരാമോ എന്ന്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിൻ്റെ അമ്മയുടെ ചങ്ങാതിയാണ്. നിൻ്റെ അമ്മയാണ് നിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായി എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഞാൻ പോകട്ടെ. അങ്ങനെ പറഞ്ഞ് ചിത്രശലഭം അവിടെ നിന്നും പറന്നുപോയി. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഇതിനോടകം പ്യൂപ്പ വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റയായി കഴിഞ്ഞിരുന്നു. അന്നും പതിവ് പോലെ പല്ലി തേൻ കുടിക്കാനായി പൂന്തോട്ടത്തിൽ വന്നിരുന്നു. പെട്ടെന്നാണ് അവൻ ഒരു കോഴിയമ്മയുടെ മുന്നിൽ ചെന്ന് പെട്ടത്. കോഴിയമ്മ അവനെ കൊത്താൻ ഓടാൻ ശ്രമിച്ചെങ്കിലും കോഴിയമ്മ അവനെ ഓടിച്ചിട്ട് കൊത്തിക്കൊണ്ട് അവൻ്റെ കൊത്തിക്കൊണ്ട് ശരീരത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊത്തി. ആ കോഴിയമ്മയുടെ കൊത്തുകൊണ്ട് അവൻ്റെ 2 കാലും പോയി. അവൻ ഒരുവിധം രക്ഷപ്പെട്ട് ഒരു കല്ലിനടിയിൽ ഒളിച്ചു. കോഴിയമ്മ കുറേ സമയം കല്ലിൻ്റെ അടുത്ത് നോക്കി നിന്നു. പല്ലി എങ്ങാനും പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി. കുറേ നേരം അവിടെ നിന്നിട്ടും കോഴിയമ്മ കാണാണ്ടായപ്പോൾ കോഴിയമ്മ അവിടെ നിന്നും പോയി. കോഴിയമ്മയുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ പല്ലി പതുക്കെ പുറത്തേക്ക് വന്നു. അവൻ്റെ ശരീരമാകെ ചോരയും ചെളിയുമായിരുന്നു. ഒരുവിധം ഇഴഞ്ഞ് പൂന്തോട്ടത്തിൽ ചെന്നിരുന്നു. അപ്പോൾ അതുവഴി പൂക്കളിലെ തേൻ കുടിക്കാനായി സുന്ദരിയായ ഒരു പൂമ്പാറ്റ പറന്നു വന്നു. ചോരയൊലിച്ച് അവശനായി കിടക്കുന്ന പല്ലിയെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു. അവൾക്കപ്പോൾ പഴയ കാര്യം ഓർമ്മ വന്നു. പൂമ്പാറ്റ പല്ലിയോട് ചോദിച്ചു, പല്ലിച്ചേട്ടാ, എന്താ പറ്റിയത്? എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ പല്ലി പറഞ്ഞു, ഞാൻ നിന്നെ എങ്ങനെ ഓർക്കും? നീ പറന്നു നടക്കുന്ന സുന്ദരിയായ പൂമ്പാറ്റയല്ലേ. എനിക്ക് നിന്നെപ്പോലെ പറന്നു കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കോഴിയമ്മയുടെ കൊത്തേറ്റ് ഈ അവസ്ഥയിലാകില്ലായിരുന്നു ഞാനും. പൂമ്പാറ്റെ, നീ ഒരു കാര്യം ചെയ്യുമോ? ഒരിറ്റു വെള്ളം നീ എനിക്ക് കൊണ്ടുവന്ന് തരുമോ? ദാഹിച്ചിട്ടു വയ്യ. അപ്പോൾ പൂമ്പാറ്റ പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ടുവന്നാൽ ചേട്ടൻ കുടിക്കുമോ? എന്നെ അറപ്പാണോ? അത് കേട്ട് പല്ലി പറഞ്ഞു, പിന്നെന്താ, സുന്ദരിയായ നീ വെള്ളം കൊണ്ടുവന്ന് തന്നാൽ ആരാ കുടിക്കാത്തത്? അപ്പോൾ പൂമ്പാറ്റ പറഞ്ഞു, പല്ലിച്ചേട്ടാ, സൗന്ദര്യമില്ലാത്ത നാളുകൾ എനിക്കും ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് പ്യൂപ്പയായി ഞാൻ ഈ ചെടിയിൽ ഞാന്നു കിടന്നപ്പോൾ എനിക്ക് പുറത്തു കടക്കാൻ തിടുക്കമായിരുന്നു. ചേട്ടനോട് എൻ്റെ പുറന്തോട് പൊട്ടിച്ചു തരാൻ പറഞ്ഞപ്പോൾ എന്നെ തൊടാൻ അറപ്പാണെന്നും പറഞ്ഞ് ചേട്ടൻ പോയി. എനിക്കു ഇപ്പോൾ ചേട്ടൻ്റെ ചെളിയും ചോരയും പുരണ്ട ശരീരം കണ്ടിട്ട് അറപ്പാണെന്നും പറഞ്ഞ് ഇവിടെ നിന്നും പോകാമായിരുന്നു. പക്ഷേ ഞാനങ്ങനെ ചെയ്യില്ല. സൗന്ദര്യം എല്ലാ കാലത്തും ഉണ്ടാകില്ല. ദുഃഖത്തിൽ ചേർത്ത് പിടിക്കുന്നവരാണ് സൗന്ദര്യമുള്ളവർ. ഞാൻ ചേട്ടന് വെള്ളമല്ല, തേൻ തന്നെയാണ് കൊണ്ടുവന്ന് തരാൻ പോകുന്നത്. ചേട്ടന് തേൻ വലിയ ഇഷ്ടമാണല്ലോ. അങ്ങനെ പറഞ്ഞ് പൂമ്പാറ്റ പറന്നുപോയി. അവളുടെ സുന്ദരമായ രൂപം കണ്ട് പല്ലിക്ക് കൊതിയായി. അവളെപ്പോലെ പറന്നു കളിക്കാൻ തനിക്കും കഴിഞ്ഞെങ്കിലെന്ന് പല്ലി മോഹിച്ചു. പൂമ്പാറ്റയോട് താൻ അന്ന് ചെയ്തത് തെറ്റായിപ്പോയെന്ന് പല്ലി അപ്പോൾ ഓർത്തു. കൂട്ടുകാരെ,
ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം കേട്ടോ. അതുവരെ ടാറ്റ, ബൈ ബൈ.